നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാമിനെ യമാലിൻ്റെ കാര്യത്തിൽ ശുഭവാർത്ത. യെസ്, അവൻ ട്രെയിനിങ് പുനരാരംഭിച്ചിരിക്കുന്നു. വേൾഡ് കപ്പാണ് അവൻ്റെ ലക്ഷ്യം. കഥേനാസറാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരെ ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രീസിയോ റൊമാനോ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. റിപ്പോർട്ട് ഇങ്ങനെയാണ്: ലാമിനെ യമാൽ ഹാസ് നൗ സ്റ്റാർട്ടഡ് ട്രെയിനിങ് ഓൺ ദി ഗ്രാസ് കമ്പൈൻഡ് വിത്ത് വർക്കിംഗ് ഇൻ ദി ജിം. ജിമ്മിൽ അവൻ വർക്ക് ചെയ്യുന്നുണ്ട്, പ്ലസ് ഗ്രാസിൽ അവൻ ട്രെയിനിങ് ആരംഭിച്ചിട്ടുമുണ്ട്. ദാറ്റ്സ് എ പോസിറ്റീവ് സൈൻ. ഹിസ് ഗോൾ ഈസ് ടു ബി റെഡി ഫോർ ദി വേൾഡ് കപ്പ്. വേൾഡ് കപ്പിന് സജ്ജനാവുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം എന്നുകൂടി ഇപ്പോൾ കഥേനാസർ റിപ്പോർട്ട് ചെയ്യുന്നു. ചുരുക്കത്തിൽ കഴിഞ്ഞ ദിവസം ഹൻസി ഫ്ലിക്ക് പറഞ്ഞ പോലെ വേൾഡ് കപ്പിന് അവനുണ്ടാകും. അത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. മികച്ച രൂപത്തിൽ ബാഴ്സ ലാ ലീഗ കിരീടത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കവെയാണ് സൂപ്പർ താരം ലാമിനെ യമാലിന് പരിക്കേറ്റത്. അവൻ ഈ സീസണിൽ നിന്ന് റോൾഡ് ഔട്ടായി. പക്ഷേ വേൾഡ് കപ്പിന് അവനുണ്ടാകും. അത് സ്പെയിനിന് തീർച്ചയായിട്ടും ഏറെ ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും. സ്പെയിനിൻ്റെ ആദ്യ മത്സരം അവർ കേപ്പ് വെർദക്കെതിരെയാണ് കളിക്കുക. ജൂൺ 15 ആ മത്സരം. ജൂൺ 15 രാത്രി ഇന്ത്യൻ സമയം 9:30 ആ കളി വരുന്നത്. രണ്ടാമത്തെ മത്സരം ജൂൺ 21 ജൂൺ 21 രാത്രി ഇന്ത്യൻ സമയം 9:30 അവർ സൗദി അറേബ്യയുമായിട്ട് കളിക്കും. മൂന്നാമത്തെ മത്സരമാണ് തീപ്പൊരി പോരാട്ടം എന്ന് പറയാവുന്നത്. ഉറുഗ്വായ്ക്കെതിരെയാണ് അവരുടെ ഗ്രൂപ്പിലെ അവസാന മത്സരം വരുന്നത്. അത് ജൂൺ 27 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30. സ്പെയിൻ ഇത്തവണ വേൾഡ് കപ്പിൽ വലിയ പ്രതീക്ഷ വെക്കുന്ന ടീമാണ്. വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും യമാൽ സജ്ജനാകും എന്നുള്ളത് ഒരു ശുഭ വാർത്തയായിട്ടാണ് സ്പാനിഷ് ആരാധകർ കാണുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.